ബ്യൂട്ടിഫുൾ പീപ്പിൾ വളരെ ഹാപ്പി ആയിട്ട് സേഫ് ആയി സെറ്റാണ്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാൻ മുന്നേ ഒരു വീഡിയോയിലും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് അധികം ആൾക്കാർ മെസ്സേജ് അയച്ചിട്ട് റീചാർജ് ചെയ്ത് തരുമോ അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്, കടം തരുമോ പൈസ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ദയവ് ചെയ്തിട്ട് അങ്ങനത്തെ പരിപാടിക്ക് നിൽക്കരുത്. കാരണം ഞാൻ തന്നെ 10 പൈസ ഗതിയില്ലാണ്ടാണ് ജീവിക്കുന്നത്. താങ്ക് യു. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ എന്തെങ്കിലും നിങ്ങളെ ആരും കേൾക്കാനില്ല എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറയാമെന്നുള്ളതാണ്. ഞാനത് കേൾക്കാം, അല്ലെങ്കിൽ എൻ്റെതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഞാൻ പറയാമെന്ന് മാത്രമാണ്. അല്ലാണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം ഞാൻ സോൾവ് ചെയ്തിട്ട് നിങ്ങൾക്ക് 5 ലക്ഷം രൂപ കടം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കടം ഞാൻ വീട്ടാമെന്നല്ല. കുറേ ആയത് ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. വീടിന്റെ റെന്റ് അടക്കാനല്ല ഒരു 3500 രൂപ തരുമോ, ഒരു 1000 രൂപ ഗൂഗിൾ പേ ചെയ്യുമോ? ഞാനെന്താ റിസർവ് ബാങ്ക്? നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും യൂട്യൂബിലല്ല ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇടുന്ന സമയത്ത് എനിക്ക് ലക്ഷങ്ങൾ കിട്ടുന്നു. ഇല്ല, ഒരു പുണ്ണാക്കും കിട്ടുന്നില്ല. നിങ്ങളൊക്കെ റിക്വസ്റ്റ് ചെയ്യണം ഇൻസ്റ്റാഗ്രാമിനോട്, നമുക്ക് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും പോലെ വ്യൂസിനനുസരിച്ച് എന്തെങ്കിലുമൊക്കെ ചെലവിനുള്ളത് തരണം എന്ന്. എന്നാ ഞാൻ തരാം കേട്ടോ. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ, ഈ അപ്പുറത്തെ വീട്ടിലുള്ള ആൾക്ക് പൈസ കടം കൊടുത്താൽ തന്നെ കിട്ടലില്ല. ഈ ഒരു പരിചയവും ഇല്ലാത്ത നിങ്ങൾക്ക് ഞാൻ എന്തടിസ്ഥാനത്തിലാണ് പൈസ കടം തരേണ്ടത്? നിങ്ങൾ എന്നെ ബ്ലോക്കാക്കി പോയാൽ ഞാൻ എങ്ങോട്ടാണ് ചോദിച്ചിറങ്ങേണ്ടത്? അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് എന്റെ അടുത്ത് ആരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കാതിരിക്കുക. 5 പൈസ ഇല്ല.